ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. വേറൊന്നുമല്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു മോട്ടിവേഷൻ എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ വേറെ ആരുടെയും നിങ്ങൾ ഇതിന് നിൽക്കരുത്. അതായത് നിങ്ങൾ ഇന്ന ആളോട് സജഷൻ ചോദിക്കുക ഒന്നും ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തുടങ്ങുക. കാരണം നിങ്ങൾക്കൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത്. ഇപ്പം നമ്മുടെ വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്, 100-200 വ്യൂസൊക്കെ ഉള്ളൂ എന്നും പറഞ്ഞൊന്നും നിങ്ങൾ നിർത്തിക്കളയാൻ നിൽക്കരുത്. കാരണം 100-200 എന്ന് പറഞ്ഞ ഒരു ചെറിയ ആൾക്കാരല്ല, അത് മനസ്സിലാക്കുക. നമ്മുടെ കൂടെ ഒരു 5 പേരുണ്ടെങ്കിൽ തന്നെ അത് വളരെ നല്ലതാണ്. 5 പേരെ കാണുന്നുള്ളൂ എന്നുള്ളെങ്കിൽ തന്നെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അപ്പം നമ്മുടെ സപ്പോർട്ടിനൊരു 200 പേര് നമ്മുടെ കൂടെ, അതായത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എന്ന രീതിയിലല്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ആ 200 പേരെ സപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ചെയ്യില്ലേ, അതേപോലെ തന്നെ വിചാരിച്ചാൽ മതി. നമ്മൾ 200 എന്നൊന്നും പറഞ്ഞ ഒരു ചെറിയ ഇതല്ല. നിങ്ങൾ ഇപ്പം പിന്നീടത്തെ കാര്യമല്ലേ വ്യൂസ് കാര്യങ്ങളൊക്കെ. ആദ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുള്ള ഫലം എന്തായാലും നമുക്ക് കിട്ടാതിരിക്കില്ല. ഒരു ദിവസം എന്തായാലും ഒരു ഡേ നമുക്കത് കിട്ടിയിരിക്കും. അപ്പം ഒരാൾ പറഞ്ഞു അയാൾ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മാറ്റി വെക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ സെൽഫ് ലവ് ചെയ്യണം, സെൽഫ് റെസ്പെക്ട് ചെയ്യണം. അതേ കണക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തോട്ട് വരുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, അത് എന്നെക്കൊണ്ട് പറ്റുമെന്നൊരു തോട്ട് നമുക്കുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്തിരിക്കണം. സംഭവം എനിക്ക് തന്നെ തോന്നിയൊരു തോട്ടാണ്. കാരണം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ക്ലാസ്സിലായിരുന്ന സമയത്ത്, അതായത് ഞാൻ ട്രിവാൻഡ്രത്തൊരു SSC കോച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നല്ലതല്ലേ, സ്റ്റാർട്ട് ചെയ്യ് എന്ന് പറഞ്ഞു. അല്ലാണ്ട് ആരും എന്നോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത കാര്യമല്ല. ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി അറിയാം, ഇപ്പം ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഇപ്പം ഒരു സ്ഥലത്ത് ചെന്നിട്ട് എങ്ങനെ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ നാണമുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ നാണിക്കുന്നത്? കാരണം ഞാൻ എന്തെങ്കിലും ആയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മളിത് ചെയ്തു തന്നില്ലേ നമുക്കിത് ചെയ്തു തരാൻ ആരും കാണില്ല. കാരണം നമ്മളിത് മുൻകൂട്ടി ഇറങ്ങിയില്ല ആരെങ്കിലും നമുക്ക് എന്നാ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ചെയ്തു തരും, ഒരു കാര്യമില്ല. കാരണം നമുക്കത് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. നമുക്കെന്തായാലും തല പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. അതായത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ എഫേർട്ട് നമ്മൾ ഇടണം. നാണമാണെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 2-3 വീഡിയോസൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങ് തനിയെ മാറിക്കോളും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളെ തളർത്താൻ ഒരു 1000 പേര് കാണുമെങ്കിലും നമ്മൾ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഒറ്റൊരാളുടെ ഇത് മതി നമ്മുടെ ചാനൽ നല്ല ഗ്രോ ചെയ്യാനായിട്ട്. നല്ല ഗ്രോത്തിന് നമ്മൾ തന്നെ മാത്രം മതി, വേറെ ആരുടെയും കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കാരും സജസ്റ്റ് ചെയ്തതല്ല, നീ ഇങ്ങനെ ചെയ്, നല്ലതല്ലേ, തുടങ്ങുകയെന്നും പറഞ്ഞ് ആരും എനിക്ക് സജസ്റ്റ് ചെയ്തതല്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്ത 1-2 വീഡിയോസൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു, നല്ല രസമുണ്ട്, കീപ് ഗോയിങ്, നീ ക്വിറ്റ് ചെയ്യരുത്. പക്ഷെ എന്നെ തളർത്താൻ കുറേ പേരുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയിക്കോട്ടെ. അപ്പം അവര് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ല, അവരെ തന്നെ ഇങ്ങനെ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പിന്നെ തന്നെ അല്ല താല്പര്യം ഇല്ലാഞ്ഞവരുണ്ട്. പക്ഷെ അവരോടൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ഒരുപാടൊന്നുമല്ല, ഞാൻ ഒരുപാട് വളർന്നിട്ടുമില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ തന്നെ ഉള്ളവരാണ്. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ഞാൻ അവർ പറയുന്നത് കേട്ട് ഞാനിത് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ഒന്നും നേടാൻ പറ്റാതെ ഞാനവിടെ ക്വിറ്റ് ചെയ്തു എന്നൊരു തോട്ട് എനിക്ക് വന്നേനെ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ അല്ലല്ലോ. ഒരു 1K ഫാമിലി നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വമായി എന്നൊരു ഫീലിംഗ് നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു 1K ഫാമിലിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയി എന്നൊരു ബോധ്യം എനിക്ക് വരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയത്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ ഗ്രോത്തിനെ നല്ല രീതിക്ക് അത് ബാധിക്കും കേട്ടോ. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ ശ്രീ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ശ്രീ എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ആൾ എനിക്ക് തന്നെ സപ്പോർട്ട് ചെറുതൊന്നും അല്ല മക്കളെ, ചെറുതൊന്നും അല്ല. അവനില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ ആ ഒരു എപ്പോഴും ഇപ്പം ഞാൻ തന്നെ വ്ളോഗ് എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാറില്ലെങ്കിൽ അവനാണ് എന്നോട് ഇങ്ങോട്ട് പറയാതെ എടുക്ക് എന്ന് പറയുന്നത് തന്നെ അവനാണ്. എൻ്റെ വീട്ടുകാരെങ്ങനെ അവർക്കറിയില്ല ഈ ചാനലിനെ പറ്റി യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോസ് ഇട്ട്
തുടങ്ങിയപ്പോഴാണ് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അവൻ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയാൽ തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എടുക്കുമെന്ന് പറയാം, അല്ലെങ്കിൽ അവൻ്റെ ഫോണിലായിരിക്കും ഞാൻ ചില വീഡിയോസൊക്കെ ഐഫോൺ വീഡിയോസ് ആയിരിക്കും, അത് അവൻ്റെ ഫോണിൽ എടുക്കുന്നതാണ്. അവനെയാണ് പറയാറ് എടുക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ തന്നെ ഇറങ്ങി എടുത്തു തരികയാണ് ചെയ്യാറ്. അവൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ഉള്ള എൻ്റെ അവളുമാരാണെങ്കിൽ സാനിയ, ഗോപിക, ജീന, ഇവരൊക്കെ, ശ്രുതി, എല്ലാവരും ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്, നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മായി, എല്ലാവരും, എനിക്ക് അങ്ങനെ എടുത്തു പറയാനില്ല, ഇപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ്. കാരണം എല്ലാവർക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിന് തന്നെ ഞാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ട് ഞാൻ ആരും അങ്ങനെ പറയുന്നൊന്നും ആദ്യമേ മൈൻഡ് ആക്കാറില്ലായിരുന്നു. പിന്നെ എല്ലാവരും പറയും നല്ല രസമുണ്ട്, സംസാരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒന്നുകൂടെ ചെയ്യാനൊരു ഉഷാറ് വരും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. ഞാനാണെങ്കിലും കഷ്ടപ്പെട്ട് തന്നെയാണ് വീഡിയോസൊക്കെ ചെയ്യാറ്, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ട്രൈപോഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ എവിടെയെങ്കിലും ചാരിയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും വീഡിയോസൊക്കെ എടുക്കാറ്. അപ്പം എടുത്തിട്ട് തന്നെ ഇപ്പം നമ്മളിപ്പം 1K കിട്ടിയെങ്കിൽ നമുക്ക് ഉദ്ദേശം ഒരു 2K അടിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു 10K അടിക്കണമെന്നൊക്കെ ആയിരിക്കും. നമ്മൾ മനുഷ്യരാണ്, അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് മേലെ ആയിരിക്കും. അപ്പോഴത്തേക്കും ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിപ്പോൾ അത് 1K ആയി, അല്ലെങ്കിൽ 3K ആയി, ചിലപ്പോൾ അതിനുള്ളതൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ അത് നമ്മുടെ വിചാരം അത് 10K ആവണം, 4K ആവണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അതാണ് പറഞ്ഞത്, നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ കഷ്ടപ്പെടുന്ന ബലം നമുക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞായിരിക്കും പലരും ഇത് സ്കിപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുടങ്ങിയ ചാനൽ വേണ്ടാന്ന് വെക്കുന്നത്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. നമുക്ക് ആദ്യത്തെ 3 പടി ചവിട്ടാതെ ഒരിക്കലും നമുക്കൊരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി. ആദ്യത്തെ ഈ കുറച്ച് പടികളായിട്ട് നിങ്ങൾ ഈ ഒരു കഷ്ടപ്പാടിനെ കണ്ടാൽ മതി. ഇത് കഷ്ടപ്പെടാണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ എന്നാലും ഇപ്പോഴും നമ്മൾ എടുക്കുന്ന എഫേർട്ടൊന്നും വെറുതെ ആവില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേ പറ്റും. തന്നെ ആർക്കാ കഷ്ടപ്പാടില്ലാത്ത? ഞാൻ തന്നെ കഷ്ടപ്പെട്ട കുറേ വീഡിയോസൊക്കെ ചെയ്യാറ്. കാരണം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുറേ നോയ്സ് നമുക്ക് വരും. നമ്മുടെ വീട്ടിലാണെങ്കിൽ പട്ടിയുണ്ട്, പശുവുണ്ട്. ഇപ്പം തന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പുറത്തിരുന്നാണ് ചെയ്യുന്നത്, കുറേ നോയ്സ് ഉണ്ടാകും. പക്ഷെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇപ്പം നല്ല രീതിക്ക് ശ്രദ്ധിച്ച് നോയ്സ് ഒന്നും ഇല്ലാണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ആ ഇടുന്ന എഫേർട്ടിനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, അതിനൊരു കാര്യം ഇപ്പം തന്നെ കേട്ടില്ലേ. അപ്പോൾ ഞാൻ ആ ഒരു എഫേർട്ട് ഇടുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ വ്യൂസൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ വ്യൂസൊക്കെ കയറുന്നുണ്ട്. അപ്പം വെറുതെ ആവില്ല, ഒരിക്കലും നമ്മളിടുന്ന എഫേർട്ട് വെറുതെ ആവില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ, തുടങ്ങിയിട്ട് വ്യൂസ് ഇല്ലാന്ന് പറയാൻ നിർത്തി വെച്ചിരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം. കാരണം നിങ്ങൾ ഉറപ്പായിട്ടും, എനിക്കൊക്കെ 1K അടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 1K അടിക്കാൻ പറ്റും. അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. ബൈ.